Hello all, welcome to Henry's yet another session of Montessori Teacher Training Academy. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഈ കോഴ്സിനെ പറ്റി എൻട്രിയുടെ മോണ്ടിസോറി TTC ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ചില ഡൗട്ട്സ് ആണ്. എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് യൂഷ്വലി ഉണ്ടാകുന്നതെന്നുള്ള ഡൗട്ട്സ് നമ്മൾ അതിനെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ സെഷൻ ചെയ്യാൻ പോകുന്നത്. സോ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോണ്ടിസോറി TTC ക്ലാസ്സുകൾ ഓൺലൈൻ ആണോ? അതായത് എൻട്രിയുടെ മോണ്ടിസോറി കോഴ്സസ് അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ഓൺലൈൻ ആണോ? അതെ, എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന 6 മാസത്തെ ഈ കോഴ്സ് ഓൺലൈൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഓഫ്ലൈൻ 1 ഡേ വർക്ക്ഷോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാം ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോണ്ടിസോറി TTC പഠിച്ചാൽ എവിടെയൊക്കെ പഠിപ്പിക്കാം? ഇത് നമുക്ക് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതോട് മുന്നേയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഫീൽ ചെയ്യുന്നൊരു ഡൗട്ടാണ് അല്ലേ. ഇത് പഠിച്ചു കഴിയുമ്പോൾ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എവിടെയൊക്കെ ജോലിക്ക് കയറാം? നിങ്ങൾക്ക് നാട്ടിലുള്ള എല്ലാ CBSE സ്കൂൾസിലും വിദേശത്തും എല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്കൂൾസ് ഡെയിലി വേജസിന് മോണ്ടിസോറി ടീച്ചേഴ്സിനെ എടുക്കുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ് കൂടെ വരുന്നുണ്ട്. സോ ചാൻസസ് ആർ മോർ നിങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂൾസിലാണെങ്കിലും CBSE സ്കൂൾസിലാണെങ്കിലും പ്രീ പ്രൈമറി സ്കൂൾസിലാണെങ്കിലും ഒക്കെ നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോണ്ടിസോറി TTC ഏജ് ലിമിറ്റ് എത്രയാണ്? പലരും കുറേ നാളായിട്ട് വീട്ടിലൊക്കെ ഇരുന്ന് നല്ലൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം നമുക്കൊരു ജോബ് ചെയ്താൽ എന്താ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്ന എന്താ, കുറേ വർഷങ്ങളായി, നമുക്ക് ഇത്രയും വയസ്സായി, ഇനി ഈ കോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് ദർ ഇസ് നോ ഏജ് ലിമിറ്റ് ഫോർ മോണ്ടിസോറി കോഴ്സ്. നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാം. കാരണം എന്താണെന്നറിയോ, മോണ്ടിസോറി കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 2 ഓപ്പർച്യൂണിറ്റിയാണ്. either you can be a great teacher or you can be a very good entrepreneur. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് മോർ ഓവർ നമ്മുടെ പ്രൈവറ്റ് സ്കൂൾസ് ഒന്നും ഇതേവരെ ഒരു ടീച്ചറിനും ഒരു ഏജ് ലിമിറ്റ് വെച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ ഒരു ഏജ് ലിമിറ്റിൻ്റെയും ബാരിയർ ഇല്ല. Now, the next question is, മോണ്ടിസോറി TTC പഠിക്കാനുള്ള യോഗ്യത എന്താണ് അല്ലേ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്മിങ് ടു യുവർ മൈൻഡ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന 2 ക്വസ്റ്റ്യൻസ് ആണിത്. ഒന്ന് ഏജ്, 2 ക്വാളിഫിക്കേഷൻ. എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, ഈ ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ദ ബേസിക് ക്വാളിഫിക്കേഷൻ ഫോർ മോണ്ടിസോറി എന്ന് പറയുന്നത് 10th ആണ്. നിങ്ങൾ 10th പാസ്സായ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാവുന്നതാണ്. അതല്ല, ഇനി നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി. 10th പാസ്സായവർക്കും +2 പാസ്സായവർക്കും ചെയ്യാവുന്ന കോഴ്സാണ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി. ആൻഡ് ഇഫ് യു ആർ എ ഗ്രാജുവേറ്റ് യു ക്യാൻ ഗോ ഫോർ PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി. ആൻഡ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, മോണ്ടിസോറി TTC ക്ലാസ്സുകൾ മലയാളത്തിലാണോ? പലർക്കും വരുന്ന അടുത്ത ഡൗട്ടാണല്ലേ. അയ്യോ, ഇനി പോയി പഠിക്കാൻ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര വലിയ സബ്ജക്ട്സ് ആണോ, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവൂ, ഇനി അവർ യൂസ് ചെയ്യുന്നത് ഫുൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇത്രയും നാളത്തെ കരിയർ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇത്രയും നാൾ ഒന്നും ചെയ്യാതിരുന്ന എനിക്ക് എങ്ങനെ ഈ ലാംഗ്വേജ് ഒക്കെ ഒന്ന് ബ്രിഡ്ജ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഓഫ് കോഴ്സ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽസ് എല്ലാം ലാംഗ്വേജ് അല്ലെങ്കിൽ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മളുടെ ക്ലാസ്സസ് കൂടുതലും മലയാളത്തിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ള കരിയർ ഗ്യാപ്പ് ഒക്കെ വരുന്ന ആൾക്കാർ വരുന്നത് കൊണ്ട് നമ്മളുടെ തിയറിയും പ്രാക്ടിക്കൽസും ഒക്കെ എങ്ങനെ കൂടുതലായിട്ട് അവരിൽ എത്തിച്ചു കൊടുക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ക്ലാസ് എന്ന് പറയുന്നത് മലയാളമാണ്. ഓക്കെ, നൗ the next one is, മോണ്ടിസോറി TTC യൂട്യൂബിലൂടെയാണോ ക്ലാസ്സുകൾ നൽകുന്നത്, അതോ എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം? ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ ഒരുപാട് വീഡിയോസ് എൻട്രിയുടെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് അക്കാഡമിയിൽ വരുന്നുണ്ടായിരിക്കും അല്ലേ. പക്ഷേ എവറി ടൈം കീപ്പ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് നമ്മൾ കണ്ടന്റ് ബേസ്ഡ് അല്ല യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ്. ഒരിക്കലും യൂട്യൂബിലെ വീഡിയോസ്, എൻട്രിയുടെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. If you want to complete this course, you have to install Entry app and join the course. അപ്പോൾ ഈ കോഴ്സ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ Entry app ഇൻസ്റ്റാൾ ചെയ്ത് കോഴ്സിന് ജോയിൻ ചെയ്യുക തന്നെ വേണം. നമ്മളിപ്പോൾ യൂട്യൂബിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കോഴ്സ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ അറിയണം, ഇൻ്റർവ്യൂ എങ്ങനെയാണ്, നിങ്ങളുടെ ബേസിക് ഡൗട്ട്സ്, അല്ലെങ്കിൽ നമുക്ക്
ജനറലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. അതൊരിക്കലും ഒരു കോഴ്സ് കണ്ടന്റ് അല്ല. സോ ഇഫ് യു വോണ്ട് ടു ജോയിൻ ദ കോഴ്സ്, ഇഫ് യു വോണ്ട് ടു കംപ്ലീറ്റ് ദ കോഴ്സ്, എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് കോഴ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ. Now, the next question is Montessori TTC പഠിക്കാൻ എത്ര സമയം ഒരു ദിനം ചെലവഴിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലരും വീട്ടില് കുടുംബം, ബാധ്യതകൾ അല്ലെങ്കിൽ വേറൊരു ജോലിയിൽ ഇരിക്കുന്നവരാകാം. ഈ ഒരു ടൈമിലായിരിക്കും നമ്മൾ ഈ കോഴ്സ് ജോയിൻ ചെയ്തത്. നമുക്ക് വരുന്ന വേറൊരു ഡൗട്ടായിരിക്കും, എത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ എത്ര സമയം ഇതിന് ചെലവഴിക്കണം, ഇനി എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, വഴിയിൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ, അല്ലേ? നത്തിങ്. ഈ കോഴ്സ് ഒരിക്കലും ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാം ഒന്നുമില്ല എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ if you are so dedicated, if you are so passionate, if you are spending around 3-4 hours in a day, ഡിപ്പെൻസ് ആണ് കേട്ടോ നമ്മളുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച്, എങ്കിലും ഒരു മിനിമം 3 to 4 hours ഒക്കെ നമുക്ക് ഒരു ദിവസം ഈ കോഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ 3 to 4 hours എന്ന് പറഞ്ഞാൽ 3 to 4 hours നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണം എന്നല്ല കേട്ടോ. ഇതിൽ ലൈവ് സെഷൻസ് ഉണ്ടാവും, റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. ഇതെല്ലാം കാണാനും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് around 3 to 4 hours ഞാൻ പറഞ്ഞത്. ഓക്കെ. സോ now the next question is, Montessori TTC എക്സാം ഓൺലൈൻ ആണോ? എക്സാം ഓൺലൈൻ ആണ്. നമ്മളുടെ തിയറി, പ്രാക്ടിക്കൽ ഉൾപ്പെടുന്ന എക്സാം സെഷൻസ് ഓൺലൈൻ ആണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എക്സാമിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മളുടെ എക്സാം ഡീറ്റെയിൽസ് വീഡിയോ കാണുക. ഓക്കെ. നൗ മോണ്ടിസോറി TTC കോഴ്സ് ഡ്യൂറേഷൻ വേറൊരു കാര്യമാണ് അല്ലേ. എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് പെട്ടെന്നൊന്ന് ജോയിൻ ചെയ്ത് ഈ കോഴ്സ് എത്ര നാളുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചിലർക്ക് എബ്രോഡ് പോകാനുള്ളതായിരിക്കും, ചിലപ്പോൾ നമ്മൾ വേറൊരു കോഴ്സിൻ്റെ എക്സാമിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കരിയർ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ലീവ് വേക്കൻസി, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളിത് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ചെയ്യുന്നവർക്ക്, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് വളരെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടറാണ് എൻട്രിയുടെ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത്. 6 months കോഴ്സാണ് ആൻഡ് യു വിൽ റിസീവ് എ സർട്ടിഫിക്കേഷൻ ഓഫ് 1 year. Now, the next question is, Montessori TTC വിദേശത്ത് ഇരുന്നു കൊണ്ട് പഠിക്കാൻ സാധിക്കുമോ? ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കോഴ്സ് ഓൺലൈൻ ആയതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എൻട്രിയുടെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്നുമുണ്ട്. ധാരാളം വിദ്യാർത്ഥികളുണ്ട്, പ്ലേസ്ഡ് ആയവരുണ്ട്, ഇനിയും ജോയിൻ ചെയ്യാൻ റെഡി ആയി നിൽക്കുന്നവരുമുണ്ട്. വിഷമിക്കേണ്ട, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഈ 6 മാസത്തെ എൻട്രിയുടെ മോണ്ടിസോറി കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചെറിയ കുറച്ച് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. See you in the next section. Bye.